ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം യൂണിറ്റ് 10 ആണ്. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ ചോദിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Which of the following ancient university was known as Takshashila of the East? തക്ഷശില എന്നാണ് ഇങ്ങനെ എഴുതാം. തക്ഷശില ഓഫ് ദ ഈസ്റ്റ് ആൻഡ് വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് സ്കൂൾ ഓഫ് ലോജിക്. അപ്പോൾ തക്ഷശില ഓഫ് ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ട ആൻഷ്യൻ യൂണിവേഴ്സിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ താഴത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റി, വിക്രമശില യൂണിവേഴ്സിറ്റി, പിന്നെ മിഥില യൂണിവേഴ്സിറ്റി, നാദിയ യൂണിവേഴ്സിറ്റി. ഇതിലേതാണ് തക്ഷശില ഓഫ് ദ ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇത് 2019 ചോദിച്ച ചോദ്യമാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഓക്കെ, നാദിയ എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, നാദിയ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, മെയിൻ പോയിന്റ്സ് ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു ഇത് ബംഗാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. നാദിയ വാസ് എ മേജർ എഡ്യൂക്കേഷണൽ ഹബ്ബ് ഇൻ ആൻഷ്യൻ ബംഗാൾ. ആൻഷ്യൻ ബംഗാളിലായിരുന്നു ഇത് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്തിരുന്നത്. നമ്മൾ പിന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു എന്താണ്, നവ്യന്യായ എന്ന സ്കൂൾ ഓഫ് ലോജിക്ക് വിശദമായി പഠിപ്പിച്ചിരുന്ന ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇത്. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇറ്റ് വാസ് പ്രൈമറിലി ഫേമസ് ഫോർ നവ്യന്യായ advanced സ്കൂൾ ഓഫ് ലോജിക്. മറ്റൊരു പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത്, ഒരുപാട് ലോജിഷ്യൻസ് അതുപോലെ തന്നെ ഫിലോസഫേഴ്സ് ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട മനസ്സിലാക്കുന്നത്. കുറേ പോയിന്റുകളുണ്ട്. പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് മെനി ഗ്രേറ്റ് ലോജിഷ്യൻസ് ആൻഡ് ഫിലോസഫേഴ്സ്. ആരൊക്കെയാണ് ഇവിടെ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ലോജിഷ്യൻസും ഫിലോസഫേഴ്സും എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നവ്യന്യായ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾ നോക്കണം. കാരണം അത് നമ്മളിപ്പോൾ വിശദീകരിച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം അരമണിക്കൂർ സമയമാവും. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നിങ്ങൾ നോക്കണം. ഓരോ ടോപ്പിക്കിലും ഒരുപാട് കൺസെപ്റ്റുകൾ, ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പാറ്റേണിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2029 ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് 2026 വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇങ്ങനെ പോയിന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ താഴെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ചോദ്യത്തിലേക്ക് ഉള്ള വിശദീകരണമായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് ഫോക്കസ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ വേദിക് സിസ്റ്റം
ഓഫ് എഡ്യൂക്കേഷൻ വാസ്. ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അന്ന് യൂസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഭാഷ വേദിക് സിസ്റ്റത്തിൽ, പഴയ കാലത്ത് ആൻഷ്യൻ ഇന്ത്യയിൽ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ യൂസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഭാഷ ഏതായിരുന്നു? 3 ഭാഷയാണ് കൊടുത്തിട്ടുള്ളത്. പാളി, അതുപോലെ തന്നെ സംസ്കൃത്, അതുപോലെ പ്രാകൃത്, അതുപോലെ തന്നെ ഹിന്ദി. യെസ്, ഹിന്ദി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ആരാ പറയാം? ഓപ്ഷൻ ബി എന്നാണോ ഡി എന്നാണോ പറഞ്ഞത്? യെസ്, ഓപ്ഷൻ ബി സംസ്കൃത്. അതാണ് കറക്റ്റ് ആൻസർ. മുമ്പ് വേദിക് എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സംസ്കൃത ഭാഷയായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ജസ്റ്റ് ഒരു പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറയാം. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഓടിച്ചു പോവാം. പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇതിൽ ഈ പ്രധാനപ്പെട്ട സംസ്കൃതമല്ലോ, ഓക്കെ, വരെ മാറിപ്പോയോ? കറക്റ്റ് ആൻസർ ബി ആണ്. എൻ്റെ കറക്റ്റ് ആൻസർ നാദിയ. ആൻസർ PDF ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രധാനപ്പെട്ട വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതൊക്കെ എഴുതിയിരുന്നത് എന്താണ്? ഈ സംസ്കൃത ഭാഷയിലായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, ഈ ടീച്ചിങ്ങിന് 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഗുരൂസും ശിഷ്യ എന്ന് പറഞ്ഞ 2 ആൾക്കാർ. ടീച്ചേഴ്സിന് ഗുരു എന്നാണ് പറയാം, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ശിഷ്യന്മാരെന്ന് പറയും. ഇവർ രണ്ടുപേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് സംസ്കൃത ഭാഷയിലായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആദ്യം ഒരു വേദിക് സ്കൂളിൽ ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം കൊടുക്കുക ഈ സംസ്കൃത ഗ്രാമറിനെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സംസ്കൃത ഭാഷയും അതിൻ്റെ ഗ്രാമറും ആണ് ആദ്യത്തെ വേദിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്കൃത ഭാഷ പവിത്രമായിട്ടുള്ള സാക്രഡ് ലാംഗ്വേജ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഴയ കാലത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം. ആൾ ദ വേദാസ് ആൻഡ് ഉപനിഷത്ത് were composed in Sanskrit. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ നമ്മൾ പറഞ്ഞത് ഗുരു. ആൻഡ് സ്റ്റുഡൻസ്. ഈ ഓരോ ഇതിലും നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സൂഫിസത്തിൽ നോക്കുകയാണെങ്കിൽ ഗുരുവിനെയും ശിഷ്യനും മറ്റ് ടേമിലാണ് അറിയപ്പെടുക. ഗുരുവിനെ പീർ എന്ന പേരിലാണ് സൂഫി പേഴ്സ്പെക്റ്റീവിൽ പറയുന്നത്. ശിഷ്യനെ മുരീദ് എന്ന് പറയും. അങ്ങനെയാണ് പീർ മുരീദ് എന്ന് പറഞ്ഞ ടേമിലാണ് അറിയപ്പെടുന്നത്. അത് ചിലപ്പോൾ നെറ്റിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. കമ്മ്യൂണിക്കേറ്റഡ് സ്ട്രിക്ട്ലി ഇൻ സാൻസ്ക്രിറ്റ്. സംസ്കൃത ഭാഷയിലായിരുന്നു ഇവരെന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് പഠിക്കുക എന്നുള്ളതാണ്. മാസ്റ്ററിങ് സാൻസ്ക്രിറ്റ് ഗ്രാമർ was the first step in Vedic education.
അതുപോലെ തന്നെ ഇത് സാക്രഡ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് കൺസിഡേർഡ് ദ സാക്രഡ് ലാംഗ്വേജ് ഓഫ് ദ ലാംഗ്വേജ് മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് ചോദിക്കുന്നത്, പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. വിച്ച് ആൻഷ്യൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി ഇൻ താന്ത്രയാന? 2020 ചോദിച്ചിട്ടുള്ളത്. നളന്ദ, വിക്രമശില, വല്ലഭി, അതുപോലെ ജഗദ്ദാല. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ആരാ പറയാ? യെസ്, വിക്രമശിലയാണ് കറക്റ്റ് ആൻസർ വേണ്ടത്. നമുക്ക് വിക്രമശിലയെക്കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം. ഇത് വിക്രമശില യൂണിവേഴ്സിറ്റി നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു, ഓരോ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും. വിക്രമശില യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത് കിങ് ധർമ്മപാലയാണ്. പാല ഡൈനസ്റ്റിയുടെ അധിപനായിരുന്നു, രാജാവായിരുന്നു അദ്ദേഹം. ഇത് നളന്ദ യൂണിവേഴ്സിറ്റിയെ കീഴ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റൈവലായിരുന്നു ഈ വിക്രമശില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ടുള്ള കുറേ ആൾക്കാർ അവിടെ വരികയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താന്ത്രിക് പ്രാക്ടീസസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാസീവ് ലൈബ്രറി ഓഫ് താന്ത്രിക് ടെക്സ്റ്റുകൾ, താന്ത്രിക് ആയിട്ടുള്ള ഈ ടെക്സ്റ്റുകളൊക്കെ ഇവിടെ ഇവരുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അത് പിന്നീട് തകർക്കപ്പെടുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട പറഞ്ഞത്. ഇത് ആരാണ് ഫോം ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ് വാസ് സെറ്റ് അപ്പ് ബൈ കിങ് ധർമ്മപാല ഓഫ് ദ പാല ഡൈനസ്റ്റി. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ കരിക്കുലം had a special focus on Vajrayana or Tantrayana Buddhism. വജ്രയാന, തന്ത്രയാന, ബുദ്ധിസം എന്നിവരുടെ മെയിനായിട്ടുള്ള കരിക്കുലം. പിന്നെ it housed a massive library of tantric ടെക്സ്റ്റുകൾ ഇവിടെ ധാരാളം അവൈലബിൾ ആയിരുന്നു. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു അത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇത് കുറച്ച് പഴക്കമുള്ള ചോദ്യമാണ്. 2017 ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇങ്ങനെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇത് മറ്റൊരു രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ഇതൊക്കെ വരിക. ഓക്കെ,
അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇതിന് നമ്മൾ കഴിഞ്ഞ 2024 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും അതിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് ഫോം ചെയ്തു, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ വിശദമായിട്ട് നോക്കിയിട്ട് പോകണം. സമയം എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ഒരു വേസ്റ്റായിട്ട് കണക്കാക്കരുത്. പരമാവധി ചോദ്യങ്ങൾ കവർ ചെയ്യുക എന്നത് അല്ല പ്രധാനപ്പെട്ടത്. കൺസെപ്റ്റ് ക്ലാരിറ്റിയാണ്. ഇൻഡെപ്തായിട്ട് ഓരോ ക്വസ്റ്റ്യനും ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ നെറ്റിൻ്റെ പ്രധാനപ്പെട്ട പാസ്സാവാനുള്ള ഒരു മാർഗം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഇയർ വാസ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ആക്ട് ഓഫ് പാർലമെൻറ്റ്? പാർലമെൻറ്റ് ആക്ട് പാസ്സാക്കിയിട്ട് കൊണ്ടുവന്ന അതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഇത് ശരിക്ക് യൂണിവേഴ്സിറ്റി പാർലമെൻറ്റ് ആക്ട് പാസ്സാക്കിയത് 1900 എന്നാണ് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ആക്ട് പാർലമെൻറ്റ് ഇവിടെ പാർലമെൻറ്റ് ആക്ട് എന്നാണ് പാസ്സായതെന്നാണ് ചോദ്യം. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ആക്ട് ഓഫ് പാർലമെൻറ്റ്. ഇനാഗുറേറ്റ് ചെയ്തതാണ് 1953. ആക്ട് പാസ്സായത് നവംബർ 1956. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ 1956. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് രണ്ട് പാർലമെൻറ്റും ലോക്സഭയും രാജ്യസഭയും കൂടെ അത് അംഗീകരിച്ച് പ്രസിഡന്റ് ഒപ്പിട്ട സമയത്ത് അത് 1956 വന്നത്. അത് സ്റ്റാറ്റ്യൂട്ട് ജസ്റ്റ് ഒന്ന് എഴുതാം. The UGC was informally inaugurated ചെയ്തിട്ടുണ്ടായിരുന്നു 1953. ഓക്കെ, പിന്നെ അതിന് ശേഷം സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് പാർലമെൻറ്റ് എന്ത് ചെയ്തു, ആക്ട് പാസ്സാക്കി. അതിനുശേഷം നവംബർ 1956 എന്ത് ചെയ്തത്, അത് ഒരു പാർലമെൻറ്റ് ആക്റ്റോടു കൂടി നിലവിൽ വന്നത്. ഇറ്റ് വാസ് മെയ്ഡ് എ സ്റ്റാറ്റ്യൂട്ടറി body by the UGC Act in November 1956. ഇത് സാധാരണഗതിയിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുക, അതിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ മൊത്തമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കോർഡിനേറ്റ് ചെയ്യാനും അതിന് ഫണ്ടിങ്ങിനും ഈ UGC ആണ് ഉത്തരവാദിത്തം ഏർപ്പെടുത്തിയത്. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും നിയന്ത്രിക്കുന്നതും അതിന് ഗ്രാൻഡ് കൊടുക്കുന്നതൊക്കെ UGC ആണ്. ഇനി പുതിയ ഒരു സിസ്റ്റം വരാൻ പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി പുതിയൊരു ആക്റ്റുമായി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ 2020 എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിൽ പുതിയ ഒരുപാട് ഭേദഗതികൾ ഇതിൽ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, നമ്മുടെ ക്ലാസ്സുകൾ നോക്കിയാലും മതി. അതും
ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ദ ഇന്ത്യൻ പാർലമെൻറ്റ് passed this act to maintain education standard. ഓക്കെ, പിന്നെ അതുപോലെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഇവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. കുറേ വിഷയങ്ങൾ UGC വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇൻഡെപ്ത് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കണം. അടുത്ത രാധാകൃഷ്ണ മിഷൻ. രാധാകൃഷ്ണ മിഷന് എന്താണ് ആൾസോ നോൺ ആസ് രാധാകൃഷ്ണ മിഷൻ 1948-1949 അത് ഫോം ചെയ്തത്. അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? യെസ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് രാധാകൃഷ്ണ മിഷൻ ഫോം ചെയ്തത്? ഹയർ എഡ്യൂക്കേഷൻ്റെ ഓക്കെ ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അത് ആരാണ് ഫോം ചെയ്തത്, അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു, അതിൻ്റെ ഫങ്ഷൻസ് എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് വിശദമായിട്ടൊന്ന് നോക്കണം. ഓക്കെ, അതിൻ്റെ ചെയർമാനാണത് സർവപ്പള്ളി രാധാകൃഷ്ണൻ. ഓക്കെ, അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിരുന്ന ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഓക്കെ, അത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഗോള്. ഓക്കെ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ്റെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം, എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുത്താം, അതിൻ്റെ റെക്കമെൻഡേഷൻസ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് അമംഗ് ദ ഫോളോയിങ്? താഴെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം ഫോം ചെയ്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇതിൽ ഏതാണ് ആദ്യം ഫോം ചെയ്തത്? ആരാ പറയാം? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അല്ല. യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് ഫോം ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി. ഇത് ഫോം ചെയ്തത് 1857. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇത് ഫോം ചെയ്തത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ഫോമേഷൻ ഡേറ്റ് ഒന്ന് നോക്കി വെക്കണം, എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്ന് ഫോം ചെയ്തു, യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട നോക്കാം. എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ January 24, 1857. ഓക്കെ, 1857 അത് ഫോം ചെയ്തത്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ലണ്ടൻ യൂണിവേഴ്സിറ്റി ഫോം ചെയ്തപ്പോൾ അതുപോലുള്ള ഒരു യൂണിവേഴ്സിറ്റി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഫോം ചെയ്തതാണ് ശരിക്കും. ഇത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയും അലഹബാദ് യൂണിവേഴ്സിറ്റിയും BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയൊക്കെ ഫോം ചെയ്തത്. ഇത് ബംഗാൾ ഏരിയയിലുള്ള ആളുകൾക്കിടയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഈ കൽക്കട്ട യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ
ഫസ്റ്റ് മോഡേൺ ഇൻ്റർ ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫസ്റ്റ് മോഡേൺ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ഇൻ സൗത്ത് ഏഷ്യ. സൗത്ത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ഇൻ്റർ ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയാണ് ഇത്. ഓക്കെ, ഇപ്പോൾ എക്സാമിന് ചോദിക്കുക എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരു കൽക്കട്ട യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് താഴെ പറയുന്ന സവിശേഷതകളിൽ തെറ്റായതെന്ത് അല്ലെങ്കിൽ ശരിയായത് അങ്ങനെയൊക്കെ ചോദിക്കും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈ വർഷം, റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫസ്റ്റ് മോഡേൺ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി. അങ്ങനെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പോയിന്റ് കൂടെ പറയാം. ഇറ്റ് വാസ് മോഡൽഡ് ആഫ്റ്റർ ദ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനെ പോലെ തന്നെ അത് കോപ്പി അടിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാർ ഈ സാധനം ഇവിടെ ഫോം ചെയ്തത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും എക്സാമിന് ചോദ്യങ്ങൾ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, കോത്താരി കമ്മീഷൻ റെക്കമെൻഡഡ് ദ ഫോളോയിങ് പെർസെൻറ്റേജ് ഓഫ് GDP ടു ബി സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ. കോത്താരി കമ്മീഷന് പറഞ്ഞത് എത്ര ശതമാനം എഡ്യൂക്കേഷൻ മേഖലയിലേക്ക്, GDPയുടെ എത്ര ശതമാനം എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് മാറ്റിവെക്കണം എന്നാണ് കോത്താരി കമ്മീഷൻ പറഞ്ഞത്. പറയൂ, എത്രയാണ്? ഓക്കെ, 6% ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് കോത്താരി കമ്മീഷൻ എന്താണ്, അതിൻ്റെ മറ്റു റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, അത് ഫോം ചെയ്തത് എന്നാണ്. ഫോം ചെയ്തത് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റിപ്പോർട്ട് സമർപ്പിച്ച നമുക്ക് ജസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1966 രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എഡ്യൂക്കേഷൻ എന്നും, അതുകൊണ്ട് എഡ്യൂക്കേഷനിൽ മേഖലയിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഫണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. അതാണ് 6% എന്താണ് ഗവൺമെൻറ് സ്പെൻഡിങ്, GDPയുടെ 6% എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എഡ്യൂക്കേഷൻ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഇതെന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഉറപ്പുവരുത്തണമെന്നും ടീച്ചേഴ്സിൻ്റെ സാലറിയെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ദ കോത്താരി കമ്മീഷൻ submitted its in 1966. പിന്നെ ഇതിൽ പറയുന്നത് ഇതാണ് ദിസ് 6% ടാർഗറ്റ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷൻ പോളിസികളുടെയും ബെഞ്ച് മാർക്കായിട്ട് 6%, പിന്നെ 6%ആണ് പിന്നീടുള്ള GDPയുടെ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് 6%ആയിട്ട് പിന്നീട് വന്ന പോളിസിയിലൊക്കെ വന്നത് ഇതിൻ്റെ ബേസിലാണ്. അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു,
ഇതിൽ മറ്റ് കാര്യങ്ങൾ എൻഷ്യൂർ അഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ആൻഡ് ടീച്ചർ സാലറി, ഇതിനെക്കുറിച്ചും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. 15ാമത്തെ ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE വാസ് ഫോംഡ്? ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഫോം ചെയ്തത് എന്നാണ്? പറയൂ. യെസ്, 1968. 1968 ഫോം ചെയ്തത്. ഈ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1968 ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അനൗൺസ് ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഈ പോളിസി കോത്താരി കമ്മീഷൻ്റെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാഷണൽ പോളിസി എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അടിമുടി ചേഞ്ച് വരുത്തുന്ന പോളിസിയായിരുന്നു 1968 ഈ പോളിസി എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം ഇപ്പോൾ കോത്താരി കമ്മീഷനെ കുറിച്ച് ഒരുപാട്, അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. കോത്താരി കമ്മീഷൻ എന്താണ്, അവരെന്താ പറഞ്ഞതെന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആയിരുന്നു 3 ലാംഗ്വേജ് ഫോർമുല. 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. അപ്പോൾ 3 ലാംഗ്വേജ് ഫോർമുല എന്താണെന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഒഫീഷ്യലി 6% GDPയുടെ സ്പെൻഡിങ് എഡ്യൂക്കേഷനിൽ വരണം എന്ന് പറഞ്ഞിട്ട് കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഈ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്ത ഫസ്റ്റ് നാഷണൽ പോളിസി കൂടിയായിരുന്നു ഈ 1968 പോളിസി. പ്രധാനപ്പെട്ട പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് അനൗൺസ്ഡ് 1900. ഓക്കെ, the first national policy on education was announced by Prime Minister Indira Gandhi. In 1968. It was heavily based on the recommendation of the Kothari Commission. പിന്നെ 3 ലാംഗ്വേജ് ഫോർമുല. It was officially adopted the 3 language formula. It was officially aimed for 6% of GDP spending ടാർഗറ്റ് 6% നമ്മൾ നേരത്തെ കോത്താരി കമ്മീഷനെ നേരത്തെ പറഞ്ഞല്ലോ, അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇവിടെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യനാണ് ഗ്യാൻവാണി. ഗ്യാൻവാണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാൻവാണി എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
ഒന്ന് സാറ്റലൈറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷണൽ TV ചാനൽ, എഡ്യൂക്കേഷണൽ FM റേഡിയോ നെറ്റ്വർക്ക്, ഡിജിറ്റൽ ലൈബ്രറി ഫോർ റിസർച്ചർ, MOOC പ്ലാറ്റ്ഫോം. യെസ്, FM റേഡിയോ ആണ് അതിൻ്റെ ആൻസർ. മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇത് എന്താണ് ഇഗ്നോ നാഷണൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ സപ്പോർട്ടോടു കൂടി കോർഡിനേറ്റഡ് ബൈ ഇഗ്നോ പഠിക്കുന്ന ഡിസ്റ്റൻസ് ലേണിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണിത് ഇത് ഫോം ചെയ്തത്. അതുപോലെ തന്നെ ഇത് ലെക്ചേഴ്സ്, ഇൻ്റർവ്യൂസ്, എഡ്യൂക്കേഷൻ ഡിസ്കഷൻസ് ഇതൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇത് റീജിയണൽ ഈ ഓരോ വ്യത്യസ്ത മേഖലയിലും എന്താണ് ഇത് എന്ത് ചെയ്തു, എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളിൽ കൂടുതൽ ആഴത്തിലെത്തിക്കാൻ ഇത് ഗ്യാൻവാണി എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ മൊത്തം ബ്രോഡ്കാസ്റ്റ് ചെയ്യണ ഒരു എന്താണ് FM റേഡിയോ നെറ്റ്വർക്കാണ്. ഓക്കെ, ഇത് എഡ്യൂക്കേഷണൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ശരിക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ്. ജസ്റ്റ് പ്രധാനപ്പെട്ട ഇതിൽ പറഞ്ഞാണല്ലോ അല്ലേ, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്യാം, ഒന്ന് പോയിന്റുകൾ നോട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം പ്രധാനപ്പെട്ട പോയിന്റ്, ഇറ്റ് ഈസ് കോർഡിനേറ്റഡ് ബൈ ഇഗ്നോ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ടു സപ്പോർട്ട് ഡിസ്റ്റൻസ് ലേണേഴ്സ്. പിന്നെ ഇതിൽ മറ്റൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇറ്റ് ബ്രോഡ്കാസ്റ്റസ് lectures, interviews and educational discussions. പിന്നെ ഒരുപാട് പോയിന്റ്. ഗ്യാൻവാണിയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വിശദമായിട്ട് പഠിക്കുക. എന്നാണ് ഫോം ചെയ്തത്, ആരാണ് ഫോം ചെയ്തത്, അതിൻ്റെ എന്താണ് സവിശേഷതകൾ എന്തൊക്കെയാണോ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഒരു 25ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വാസ് ഫോംഡ് ബൈ ലോർഡ് മെക്കലെ, സർ വില്യം ജോൺ, രാജ റാമോഹൻ റോയ്, വാറൻ ഹേസ്റ്റിങ്സ്. ഇതിലാരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഫോം ചെയ്തത്? മെക്കാലെ പ്രഭു ആണോ, അതുപോലെ തന്നെ സർ വില്യം ജോൺ ആണോ, അതുപോലെ രാജ റാംമോഹൻ റോയ് ആണോ, അതോ വാറൻ ഹേസ്റ്റിംഗ് ആണോ? ആരാണ്? പറയാം. ഏതാണ്? രാജ റാംമോഹൻ റോയ് അല്ല. ആൻസർ വരുന്നത് സർ വില്യം ജോൺ ആണ്. സർ വില്യം ജോൺ ആണ് ഇത് ഫോം ചെയ്തത്. ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണത്. ഇദ്ദേഹം ഒരു ജഡ്ജായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർട്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ഇതൊക്കെ വിശദമായി ഏഷ്യയിലെ മൊത്തം. ഇദ്ദേഹം ഒരു ഓറിയൻ്റലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫോം ചെയ്തതാണ് ഇത്. ഇദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ ഭാഗമായിട്ട്
ഒരുപാട് ആൻഷ്യൻ സംസ്കൃത ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫോം ചെയ്തത് 1784 യൂറോപ്പിലുണ്ടായിരുന്ന ഒരു ഓറിയൻ്റലിസ്റ്റ് മൂവ്മെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഫോം ചെയ്തത്. ഓറിയൻ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ്റ്റിനെ കുറിച്ചുള്ള പഠനത്താണ് ഓറിയൻ്റലിസം എന്ന് പറയാം. കൂടുതലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ മെയിൻ പോയിന്റുകൾ ഒന്ന് നോക്കാം. സർ വില്യം ജോൺ വാസ് എ ബ്രിട്ടീഷ് ഫിലോളജിസ്റ്റ് ആൻഡ് ജഡ്ജ്. ഇത് ഫോം ചെയ്ത വർഷം പ്രധാനപ്പെട്ടതാണ്. ഹി ഫൗണ്ടഡ് the society in Calcutta in 1784. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏഷ്യയിലുള്ള ഏഷ്യൻ ഹിസ്റ്ററി, ഏഷ്യൻ ആർട്സ്, ഏഷ്യൻ ആൻറ്റിക്വിറ്റീസ് അതൊക്കെ വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഏഷ്യൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇറ്റ്സ് മിഷൻ വാസ് ടു സ്റ്റഡി ദ ഹിസ്റ്ററി, ആർട്സ്, സയൻസ് ഏഷ്യ. അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംസ്കൃത ടെക്സ്റ്റുകൾ ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് പ്ലേഡ് എ മാസീവ് റോൾ ഇൻ ട്രാൻസ്ലേറ്റിംഗ് ആൻഷ്യൻ്റ് Sanskrit text into English. പിന്നെ it sparked the Orientalist movement. In the West. ഒക്കെയാണ് ഇതിൽ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? സ്വയം സ്റ്റാൻഡ്സ് ഫോർ, ആരാ പറയാം? ഓക്കെ, സ്റ്റഡി വെബ് ഫോർ ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇതാണ് വരുന്നത്. സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, അത് നോക്കുക. ഓക്കെ, അത് സ്വയം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ശരിക്ക്. ഇത് സ്കൂൾ ലെവൽ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രീ ഓൺലൈൻ കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലാസ്സുകൾ, ഭൂരിഭാഗം ക്ലാസ്സുകളും ഫ്രീ ആണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ചെറിയ പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ FIUGP സിസ്റ്റം ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കോഴ്സ് ചെയ്യുന്ന ആളുകളുടെ ക്രെഡിറ്റുകൾ അവരുടെ ഡിഗ്രി കോഴ്സുകളിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി,
ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ വീഡിയോ ലെക്ചേഴ്സും അതുപോലെ റീഡിങ് മെറ്റീരിയലും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലും സാധാരണ നമ്മൾ കോളേജിൽ പഠിച്ചിട്ട് ക്രെഡിറ്റ് ഓരോ മാർക്കും നേടുന്നതിൽ നിന്ന് ഒരു വലിയൊരു ചേഞ്ചാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈൻ ലേണിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ക്രെഡിറ്റ് ആഡ് ചെയ്യാനൊക്കെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്കിൽ ഇന്ത്യ മിഷൻ 34. ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മോക്ക് ടെസ്റ്റുകളിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ്. ഏകദേശം നമ്മൾ 20,000-ലധികം പേപ്പർ 1 തന്നെ 20,000-ലധികം മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി വന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്കിൽ ഇന്ത്യ മിഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് സ്കിൽ ഇന്ത്യ മിഷൻ ലോഞ്ച് ചെയ്തത്? ആരാ പറയാം? സ്കിൽ ഇന്ത്യ മിഷൻ ലോഞ്ച് ചെയ്തത് 2015-ലാണ്. ഇത് ലോഞ്ച് ചെയ്തത് തന്നെ നരേന്ദ്രമോദിയാണ്. ജൂലൈ 15, 2015-ലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇന്ത്യയിലുള്ള ഏകദേശം 40 കോടിയോളം ആളുകളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നമ്മൾ സ്കില്ല് ഇൻഡസ്ട്രി റിലേറ്റഡ് ജോബ്സ് ഡെവലപ്പ് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക, സ്കിൽ ബേസ്ഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്, ഇത് ഉണ്ടാക്കിയത്. ഇത് സാധാരണഗതിയിൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡിഗ്രി ഉള്ള ആളുകൾക്ക്, പല ആളുകൾക്കും ജോലി കിട്ടുക എന്നത് ഒരു അസാധ്യമായൊരു കാലഘട്ടം. ഡിഗ്രി ഉള്ള എല്ലാവരും ജോലി ചെയ്യുന്നവരായിരുന്നില്ല. വിദ്യാഭ്യാസമുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലായിരുന്നു. ഇതില്ലാതാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് സ്കില്ല് കൂടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജോലി കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലോകത്തിലെ സ്കിൽ ക്യാപിറ്റൽ, ഇന്ത്യയെ ലോകത്തിലെ സ്കിൽ ക്യാപിറ്റലാക്കി ഡെവലപ്പ് ചെയ്യുക എന്നതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യാം. Prime Minister Narendra Modi launched this campaign on July 15, 2015. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ എയിം നമ്മൾ പറഞ്ഞു. ഇറ്റ് എയിംസ് to train over 40 കോടി crores, ഏകദേശം 400 മില്യൺ ഇന്ത്യൻസ് ഇൻ different industry related jobs. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, ഇറ്റ് ഇൻക്ലൂഡ്സ് schemes like the പ്രധാനമന്ത്രി
കൗശൽ വികാസ് യോജന ഇത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകണം. PMKVY പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സ്കിൽ ക്യാപിറ്റലാക്കി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു മേക്ക് ഇന്ത്യ ദ സ്കിൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. NIRF എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം NIRF സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇത് 2000 ഇതെന്ന ഫോം ചെയ്തെന്നും കൂടി ജസ്റ്റ് നോക്കാം. ഇത് ഫോം ചെയ്തത് 2015 ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് ഫോം ചെയ്തത്. ലോഞ്ച്ഡ് NIRF in 2015 ആണ്. 2015. ഇതാണെന്ത് ഒഫീഷ്യലി ആയിട്ട് എന്താണ് കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും റാങ്ക് ചെയ്യാനുള്ള ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ് മെത്തഡോളജിയാണെന്ത് ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. ഏത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ടീച്ചിങ്, റിസർച്ച്, ഗ്രാജുവേഷൻ ഔട്ട്കം, പെർസെപ്ഷൻ, ഇതിൻ്റെയൊക്കെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ് ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കിടയിലുള്ള ഒരു എന്ത് ചെയ്യും കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിലൂടെ എന്ത് ചെയ്യാം സ്റ്റുഡൻസിന് അന്വേഷിക്കുകയും ബെറ്റർ കോളേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യുകയും അതിൻ്റെ ബേസിൽ അഡ്മിഷൻ എടുക്കാനൊക്കെ ഇത് സാധ്യമാക്കുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ഗവൺമെൻറ് മെത്തഡോളജി ഫോർ റാങ്കിങ് colleges and universities in India. മറ്റൊന്നാണ് പാരാമീറ്റേഴ്സ്. ഇറ്റ് യൂസസ് പാരാമീറ്റേഴ്സ് like teaching, research, graduation outcome and perception. ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ spirit of healthy competition among institutions. അതുപോലെ തന്നെ ഇത് സ്റ്റുഡൻസിൻ്റെ ചോയ്സും എന്ത് ചെയ്യുന്നുണ്ട്
ബെറ്റർ ചോയ്സ് സ്റ്റുഡൻസിന് നല്ല തിരഞ്ഞെടുക്കാൻ ബെറ്റർ ആയിട്ടുള്ള കോളേജുകൾ യൂണിവേഴ്സിറ്റികളൊക്കെ തിരഞ്ഞെടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളെ സെഷൻ. ഇനിയൊരു സെഷനും കൂടി ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ച് ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്.